ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അടിപൊളി ഒരു ചിക്കൻ പഫാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ പഫിൻ്റെ റെസിപ്പി പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കാണും. വീട്ടിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് പഫിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. എന്താ പൊടിഞ്ഞ് നല്ല ഇപ്പോൾ ഞാൻ മിക്സിംഗ് ബൗളിലോട്ട് 1/2 kg മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ 1/2 kg മൈദയുടെ കണക്കാണ് പറയുന്നത്. 1/4 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം 1 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു നമുക്ക് ഒരു കളർ വ്യത്യാസവും വരും, പിന്നെ ഒരു നല്ല ടേസ്റ്റും കൊടുക്കും. അപ്പം ഷുഗർ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് മാർജറിനാണ്. ഞാനിപ്പോൾ ലില്ലി മാർജറിനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മാർജറിൻ അല്ലെങ്കിൽ വനസ്പതി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു സ്പൂണ് ഒരു വലിയ ഒരു ടേബിൾ സ്പൂൺ എടുത്തോളൂ. നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ഈ മാവിലോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ല റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മൾ കുഴയ്ക്കുന്നത് നല്ല തണുത്ത വെള്ളം വേണം. നല്ല ഫ്രിഡ്ജിൽ നല്ല തണുത്ത വെള്ളം ഇട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഈ തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ പഫിന്. അപ്പം നല്ല തണുത്ത വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ മിക്സിംഗ് ബൗളിലോട്ട് ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ആദ്യം ആ മാർജറിനും മാവും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച്, ഒത്തിരി ലൂസാവണ്ട, ഇതുപോലെ കുഴച്ചെടുക്കുക. കണ്ടല്ലോ, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലോട്ടിട്ട് തന്നെ നമുക്ക് കുറച്ച് സ്ഥലം വേണം പഫ് ഉണ്ടാക്കാൻ. കാരണം നമ്മൾ ഈ പരത്താനും ഒക്കെ നല്ലൊരു നമുക്ക് സ്ഥലം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ മാവ് ഒന്നുകൂടെ പിന്നെ മിക്സിംഗ് ബൗളിൽ നിന്ന് എടുത്ത് ഒന്നുകൂടെ കുഴച്ചെടുക്കുവാണ്. അപ്പോഴേ നമുക്കൊന്ന് കൈക്ക് പിടിക്കുമ്പോൾ അറിയാം നല്ലൊരു ഒത്തിരി ലൂസാകാതെ ഒരു പരുവത്തിലെടുത്താലാണ് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ബാക്കി ഇപ്പം ഞാൻ 1/2 kg മൈദയ്ക്ക് നമ്മൾ ഒരു 250 ഗ്രാം മാർജറിനാണ് ഉപയോഗിക്കേണ്ടത്. എപ്പോഴും എത്ര മാവ് എടുക്കുന്നോ അതിൻ്റെ പകുതി മാർജറിൻ ഉപയോഗിക്കുക. അപ്പം ഇത് ഞാൻ നല്ലോണം നിങ്ങൾ പിന്നെ പൊടി നല്ലോണം തൂകിയിട്ട് വേണം മാവ് വെച്ച് കൊടുക്കാൻ, എന്നാലേ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് നല്ലൊരു റോളർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ പരത്തിയെടുക്കുക. അപ്പം നമ്മൾ ബാക്കിയിരിക്കുന്ന മാർജറിന് ഇതിലോട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലാണ് നമുക്ക് ലേയേഴ്സ് എത്ര കിട്ടുന്നതെന്നുള്ളത് ഈ ഒരു പരത്തലിലൊക്കെയാണ്. ഒത്തിരി പിന്നെ നമ്മൾ പ്രസ് ചെയ്ത് പരത്തിയാൽ നമ്മുടെ ലെയറെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം. പിന്നെ പഫ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയാം, ആദ്യം വിജയിച്ചില്ലെന്നവരും രണ്ടാമത് വിജയിച്ചില്ലെന്നവരും ഇത് നിങ്ങൾ പരിശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒത്തിരി പേര് പറഞ്ഞേക്കാം ചെയ്ത് നോക്കുന്നു ശരിയാവുന്നില്ല എന്ന്. പക്ഷേ ഇതാ കാര്യമായ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലേ നമുക്ക് നല്ലതായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ മൊത്തം മാർജറിനും ഞാൻ അതിൽ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചു. ഇപ്പോൾ എല്ലായിടും ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചേ. എല്ലാം ഞാൻ ബാക്കി എത്ര നമ്മൾ മാവിൽ മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ബാക്കി മാർജറിനെല്ലാം ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തത്. ഇതിൽ ഫോൾഡിങ്ങിലാണ് നമുക്ക് ലെയേഴ്സ് കിട്ടുന്നത്. പിന്നെ ഞാൻ അത് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ നല്ലോണം പൊടിയെല്ലാം തൂകിയിട്ട് ഞാൻ ഒന്നുകൂടെ പരത്തുവാണ്. അങ്ങനെ നമ്മൾ എത്ര വട്ടം ഫോൾഡ് ചെയ്ത് എടുക്കുന്നോ അത്രയും നമുക്ക് ലെയേഴ്സ് കൂടുതൽ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാവ് നമ്മൾ ഒത്തിരി അങ്ങ് പ്രസ് ചെയ്താൽ ലെയേഴ്സ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇത് ഒത്തിരി പ്രസ് ചെയ്യാതെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചിട്ടെടുത്താൽ നിങ്ങൾ നേരത്തെ മാവ് ശരിയാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ വെക്കുന്ന സമയത്ത് ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ നല്ലതായിട്ട് സെറ്റായിട്ടിരിക്കും. ഇപ്പം ഞാനൊരു 5 മിനിറ്റേ വെച്ചുള്ളൂ, കാരണം എനിക്കിപ്പോൾ ഉണ്ടാക്കേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത്. പിന്നെ ഞാൻ നല്ലോണം ഒന്ന് പൊടി തൂവി കൊടുത്തിട്ടാണ്. അപ്പം നമുക്കൊരു കംഫർട്ടബിളായിട്ട് നമുക്കത് പിന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇതിപ്പോൾ റോളർ ആയതുകൊണ്ട് നമ്മൾ അധികം പ്രസ് ചെയ്ത് കൊടുക്കണ്ട. പിന്നെ ഞാനിതുപോലെ ഫോൾഡ് ചെയ്തെടുത്തു.
ഇപ്പം നോക്കി എപ്പോഴും നമ്മളിത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് മാവ് തൂവി തൂവി എടുക്കണം. കാരണം നമ്മൾ ഈ ഫോൾഡ് ചെയ്യുമ്പോഴേ മാവ് അങ്ങ് അതിൽ പറ്റിപ്പോവും. പിന്നെ ഉടനെ തന്നെ ഞാനിപ്പം വെച്ച് കൊടുത്തിട്ടില്ല, ഞാൻ ഉടനെ തന്നെ പിന്നെയും പരത്തിയെടുക്കുവാണ്. ഇപ്പം എന്താ ഞാൻ മുകളിൽ നിന്ന് താഴോട്ടും ഇങ്ങനെ ഒരു ക്ലിപ്പ് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗവും യോജിപ്പിച്ച് കൊടുത്തു. അപ്പോൾ ഇതിൽ ഈ ഫോൾഡിങ്ങിലാണ് നമുക്ക് ലെയേഴ്സ് കിട്ടുന്നത്. ഇതുപോലെ മടക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കും. ഇപ്പം ഞാൻ ലാസ്റ്റ് പരത്തൽ കഴിഞ്ഞു. അപ്പം ഞാൻ ഇത് ഇങ്ങനെ പരത്തി നിങ്ങളൊരു ഇതിലാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നിങ്ങൾ മസാല റെഡിയാക്കിയാൽ നിങ്ങൾക്ക് നല്ല ടൈം കിട്ടും. ഇപ്പം ഞാനൊരു 3 സവാള, ഇപ്പം മസാല ഫില്ലിങ് നിങ്ങൾ എന്ത് ഇഷ്ടമോ നിങ്ങൾക്ക്, വെജിറ്റേറിയനോ നോൺ വെജോ എഗ്ഗോ എന്തോ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. മസാല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാമേ. പിന്നെ ഞാനൊരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇട്ട് കൊടുത്തു, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇപ്പം ഞാൻ ചിക്കൻ ഫില്ലിങ് ആയതുകൊണ്ട് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ ചിക്കൻ ആണെങ്കിൽ കുറച്ച് പീസ് എടുത്ത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് വരുന്നത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നല്ല ആ മസാല ഒന്ന് പിടിച്ച് അതപ്പം നമ്മളത് കളയുകയും വേണ്ട, അതിൻ്റെ ജ്യൂസ് കളയുകയും വേണ്ട. പിന്നെ ഞാൻ ചിക്കൻ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. കുറച്ച് കൊത്തമല്ലിയും കൂടി ഇട്ടിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ ഇതിൽ പൊട്ടറ്റോ വേണേൽ മിക്സ് ചെയ്യാം, പിന്നെ പനീർ മിക്സ് ചെയ്യാം, നിങ്ങൾക്ക് ഫില്ലിങ് എന്ത് ഇഷ്ടമോ അത് ചെയ്തെടുക്കാമേ. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് എല്ലാം റെഡിയാക്കിയെടുത്തു. ഇനി ഞാൻ കൗണ്ടർ ടോപ്പ് എല്ലാം വൃത്തിയാക്കിയിട്ട്, ഇപ്പോൾ എനിക്ക് ഇതിനുള്ള ഫില്ലിങ് വെക്കാനുള്ള പഫ് മതി, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ഫോയിൽ പേപ്പറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കും. അപ്പോൾ എനിക്ക് എപ്പോൾ ആവശ്യമോ ഞാൻ അന്നേരം എടുത്തുണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഇനി ഇതിനെ ഒന്ന് നല്ലോണം പരത്തി കൊടുക്കുക. ഇനിയിപ്പം നമ്മൾ കട്ട് ചെയ്ത് പഫ് ഉണ്ടാക്കാൻ പോവാണ്. ഇനി നമ്മൾ ഫോൾഡിങ് ഒന്നുമില്ല, ഇനിയിപ്പം ഡയറക്റ്റ് കട്ട് ചെയ്ത് നമ്മൾ പഫ് ഉണ്ടാക്കാൻ വെക്കാൻ പോവാണ്. ഇപ്പം ഞാൻ നല്ലോണം പരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇതൊരു 9 പഫ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കട്ട് ചെയ്താൽ, ഇപ്പം ഞാൻ വലുതായിട്ട് കട്ട് ചെയ്യുന്നതാണ്, ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ കിട്ടും. ഇപ്പം ഞാൻ സൈഡൊന്നും കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പം ബേക്കറിയിലൊക്കെ ആണെങ്കിൽ സൈഡെല്ലാം കട്ട് ചെയ്ത് അവരൊരു ഷേപ്പിലാക്കിയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം വീട്ടിലേക്കായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും നോക്കുന്നില്ല. ഞാൻ ഇതൊരു ഇതായിട്ടും കട്ട് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ഇഷ്ടം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ഫില്ലിങ്സും വെച്ച് കൊടുത്തു അതിലോട്ട്. ഇപ്പം ഇങ്ങോട്ട് മടക്കി വെക്കാം, അതും നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം ബേക്കറിയിലൊക്കെ ചെയ്യുമ്പം നമ്മൾ ആ സൈഡൊക്കെ ഇവർ ലെവൽ ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഇത് ഫോൾഡ് ചെയ്തെല്ലാം ട്രെയിൽ വെച്ച്, ഇപ്പം നമ്മുടെ ഓവൻ ഓണായിരിക്കണം. ഇപ്പം നമ്മൾ ഇത് ഓവനിൽ ഒരു 150 ഡിഗ്രിയിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ബേക്ക് ചെയ്തെടുക്കരുത്, അപ്പം നമുക്ക് ആ ലെയേഴ്സ് ഒന്നും വരത്തില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എഗ് വാഷാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ചിക്കൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എഗ് വാഷ്, നിങ്ങൾക്ക് മിൽക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെറും വെള്ളവും ഉപയോഗിക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് പിന്നെ ഏത് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, കാരണം ഇത് പുറത്ത് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പം നോക്കിയിരിക്കുക, നമ്മുടെ ലെയേഴ്സ് എല്ലാം പൊങ്ങി വരുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ പഫ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി പഫാണ്, തൊട്ടാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഫാണ്. ഇത് നോക്കിക്കുക എത്ര ലെയറാണെന്നറിയാമോ? നിങ്ങൾക്ക് ഇതിൻ്റെ ക്രിസ്പിനെസ് ഞാനൊന്ന് കാണിച്ചു തരാമേ. ഇതാ എന്താ പൊടിഞ്ഞ് കണ്ട നല്ല എന്താ. ഇതാണ് പഫിൻ്റെ കറക്റ്റായ പദം. നമ്മൾ എടുക്കുമ്പോൾ ഈ ലെയറെല്ലാം നമുക്ക് പൊടിഞ്ഞ് വരണം, കണ്ടോ? ഇതാണ്
ഇതിപ്പം നമ്മൾ 150 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഒരു 15 to 20 മിനിറ്റ്സ് ആകുമ്പം നമുക്ക് അത് മേളിൽ നല്ല കളർ ചേഞ്ച് കാണുമ്പോൾ നിങ്ങളത് ഓഫ് ചെയ്തെടുക്കുക. നല്ലതായിട്ട് അത് കാരണം നമ്മൾ ഒത്തിരി പിന്നെ ഇത് കൂട്ടി വെച്ച് നമ്മൾ ബേക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ സ്ലോയിൽ വെച്ച് ബേക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീട്ടിൽ ഇതുപോലെ പഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി നോക്കി ചെയ്യുക. ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിപ്പിയിൽ ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.